ഈ വീഡിയോയിൽ ഐഫോൺ 14ന്റെയും ഐഫോൺ 14 പ്രോയുടെയും അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ടെക്നോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഇങ്ങനൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുവാൻ സഹായിച്ച കടവന്തരയിലുള്ള ഓക്സിജൻ സ്റ്റോറിലെ അക്ബറിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്കാദ്യം ഐഫോൺ 14 അൺബോക്സ് ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പ്ലാസ്റ്റിക് രഹിത പാക്കിംഗ് തന്നെയാണ് ആപ്പിൾ ഈ വർഷവും പിന്തുടരുന്നത്. ഇത് ഐഫോൺ 14ന്റെ ബ്ലൂ കളർ മോഡലാണ്. ഇതുകൂടാതെ പർപ്പിൾ, മിഡ് നൈറ്റ്, സ്റ്റാർലൈറ്റ്, പ്രൊഡക്ട് റെഡ് എന്നിങ്ങനെ 5 കളറുകളിലാണ് ഐഫോണിന്റെ ഈ വർഷത്തെ റെഗുലർ മോഡൽ ലഭിക്കുന്നത്. എപ്പോഴത്തെയും പോലെ ഐഫോൺ കൂടാതെ ഒരു ലൈറ്റ്നിങ് ടു ടൈപ്പ് സി ചാർജിംഗ് കേബിളും പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ അടങ്ങിയ ഒരു പാക്കുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ഒരു ഐഫോൺ മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിൽ ഇൻസ്ട്രക്ഷൻ മാനുവൽ, സ്റ്റിക്കർ എന്നിവയ്ക്കൊപ്പം സിം ഇജക്ടർ ടൂളും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അതേ ഡിസൈൻ തന്നെയാണ് ഐഫോൺ 14 പിന്തുടരുന്നത്. 5 കോർ GPU ഉള്ള കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 13 പ്രോയിൽ കൊടുത്തിരുന്ന അതേ A15 പ്രോസസർ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു അലൂമിനിയം ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്ന ഐഫോൺ 14 കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 13ന്റെ അതേ വീതിയും നീളവും തിക്നെസ്സുമാണ് ഉള്ളത്. പിന്നെ എങ്ങനെയോ ഒരു 2 ഗ്രാം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഡിസ്പ്ലേയിലും ഒരു മാറ്റവുമില്ല. അതേ നോച്ച്, അതേ ബ്രൈറ്റ്നസ്, അതേ കോൺട്രാസ്റ്റ് റേഷ്യോ, അതേ റിഫ്രഷ് റേറ്റ് എല്ലാം കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 13ൽ ഉള്ളതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ കുറെ പേർക്കെങ്കിലും അതൃപ്തി ഉളവാക്കിയ ഒരു മോഡലാണ് ഐഫോൺ 14. ആപ്പിൾ പുതിയതായി അവതരിപ്പിച്ച കാർ ക്രാഷ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് പുതിയ 3 ആക്സിസ് ജൈറോസ്കോപ്പും കഴിഞ്ഞ വർഷത്തെക്കാളും 4 ഇരട്ടി വേഗതയിൽ ഡേറ്റ സാമ്പിൾ ചെയ്യുന്ന പുതിയ ആക്സിലറോമീറ്ററുമാണ് ഐഫോൺ 14 വന്നിരിക്കുന്ന എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. പിന്നെ പ്രധാന വ്യത്യാസം വന്നിരിക്കുന്നത് ക്യാമറ യൂണിറ്റിലാണ്. കഴിഞ്ഞ വർഷത്തെ ക്യാമറ യൂണിറ്റിൽ ഉള്ളതിനേക്കാളും കുറഞ്ഞ അപ്പർച്ചർ വാല്യൂ ഉള്ള പുതിയൊരു മെയിൻ ക്യാമറയാണ് നമുക്ക് പുറകുവശത്തായി കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും ഐഫോൺ 14ൽ കാണാൻ കഴിയും. പല ഫോട്ടോകൾ എടുത്തതിന് ശേഷം മെഷീൻ ലേണിംഗും സോഫ്റ്റ്വെയറും എല്ലാം കോർത്തിണക്കി ഇമേജസിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന ഫോട്ടോണിക് എഞ്ചിനാണ് മറ്റൊരു പ്രത്യേകത. ഇത് 2019 ആപ്പിൾ പുറത്തിറക്കിയ ഡീപ് ഫ്യൂഷൻ ടെക്നോളജിയുടെ അടുത്ത തലമുറ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാരണം മികച്ച ലോ ലൈറ്റ് പെർഫോമൻസ് ആണ് ഐഫോൺ 14ലെ ക്യാമറ ഐഫോൺ 13നെ അപേക്ഷിച്ച് അവകാശപ്പെടുന്നത്. വീഡിയോയിലേക്ക് വരുമ്പോൾ മികച്ച സ്റ്റെബിലൈസേഷൻ ഉറപ്പുവരുത്തുന്ന ആക്ഷൻ മോഡും 4K റെസൊല്യൂഷനിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എടുക്കുവാൻ കഴിയുന്ന സിനിമാറ്റിക് മോഡുമാണ് മറ്റൊരു പ്രത്യേകത. ഐഫോൺ 13ൽ ഇത് 1080 റെസൊല്യൂഷനിൽ മാത്രമേ എടുക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. പുതിയതായി വന്ന ആക്ഷൻ മോഡിൽ 2.8K റെസൊല്യൂഷനാണ് നമുക്ക് മാക്സിമം ലഭിക്കുന്നത് എന്നുകൂടെ എടുത്തു പറയട്ടെ. ഇന്ന് മാർക്കറ്റിൽ എത്തിത്തുടങ്ങിയ ഐഫോൺ 14ന്റെ വില 80,000 രൂപ മുതലാണ് ഇന്ത്യയിൽ തുടങ്ങുന്നത്. ഇനി ഈ വർഷം ആപ്പിൾ ഫാൻസിനെ എല്ലാവരെയും ത്രില്ലടിപ്പിച്ച ഐഫോൺ 14 പ്രോയുടെ അൺബോക്സിംഗ് നടത്താം. ഇത് ഐഫോൺ 14 പ്രോയിലെ ഡീപ് പർപ്പിൾ എന്ന നിറത്തിലുള്ള ഒരു മോഡലാണ്. ഇതുകൂടാതെ ഗോൾഡ്, സിൽവർ, സ്പേസ് ബ്ലാക്ക് എന്നിങ്ങനെ മൊത്തത്തിൽ 4 കളറുകളിലാണ് ഇത് ലഭിക്കുന്നത്. ഇതിന്റെ പുറകിലായിട്ട് ഏകദേശം ഒരു മാറ്റ് ഫിനിഷാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രോ മോഡലുകളെ പോലെ തന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിന് ചുറ്റുമുള്ള ഫ്രെയിമിൽ പതിയുന്ന ഫിംഗർ പ്രിന്റ് പാടുകൾക്ക് മാറ്റമൊന്നുമില്ല. ഐഫോൺ 14ഉം 14 പ്രോയും കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റിന്റെ കാര്യത്തിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമാണ്. ഇത് പ്രത്യേകിച്ച് ഈ 2 ഫോണുകളും ഒരുമിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒന്നാണ്. ഐഫോൺ 14ന്റെ വെയിറ്റ് 172 ഗ്രാം ആണെങ്കിൽ ഐഫോൺ 14 പ്രോയുടെ വെയിറ്റ് 206 ഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ഐഫോൺ 12, 13 എന്നിങ്ങനെയുള്ള റെഗുലർ മോഡലുകളിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഈ വ്യത്യാസം ആദ്യമൊക്കെ വലുതായി തോന്നാം. പക്ഷേ 13 പ്രോയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെറും 2 ഗ്രാമിന്റെ വർധന മാത്രമാണ് ഐഫോൺ 14 പ്രോയിലുള്ളത്. 5 വർഷങ്ങൾക്ക് മുൻപാണ് ആപ്പിൾ ഐഫോൺ മോഡലുകളിൽ നോച്ച് അവതരിപ്പിച്ചത്. അന്ന് അതൊരു തരംഗമായിരുന്നു. എന്നാൽ 5 വർഷത്തിന് ശേഷം നോച്ച് ഒഴിവാക്കി ആപ്പിൾ അവതരിപ്പിക്കുന്ന ഡൈനാമിക് ഐലൻഡ് ആണ് ഈ വർഷത്തെ ഐഫോൺ 14 പ്രോയിലെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ മുൻവശത്തായി കണ്ടുവരുന്ന ക്യാമറ കട്ടൌട്ടുകളിൽ നിന്ന് വലിപ്പമുള്ള ഒന്നാണ് ഈ ഡൈനാമിക് ഐലൻഡ്. അതുകൊണ്ട് തന്നെ ഐഫോൺ 14 പ്രോ ഉപയോഗിക്കുമ്പോൾ വലിപ്പമുള്ള ഡൈനാമിക് ഐലൻഡ് ഒരു കുറവായി തോന്നുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്നാൽ ഐഫോൺ 14 പ്രോ കുറച്ചു നേരം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ആനിമേഷനൊക്കെ കണ്ടപ്പോൾ നോച്ചിനേക്കാളും എന്തുകൊണ്ട് മികച്ചത് ഡൈനാമിക് ഐലൻഡ് ആണ് എന്ന് തോന്നി. ഇത് അത്രയേറെ ശ്രദ്ധ ആകർഷിക്കുന്നതുകൊണ്ട് തന്നെ പല ഫോൺ നിർമ്മാതാക്കളും ഇത് കോപ്പി ചെയ്യുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.
ഡൈനാമിക് ഐലൻഡ് ഉപയോഗിക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ പതിയുന്ന ഫിംഗർ പ്രിന്റ് പാടുകൾ സെൽഫി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇതിന്റെ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ഓലിയോഫോബിക് കോട്ടിംഗ് ഉള്ളതുകൊണ്ടായിരിക്കാം ഫ്രണ്ട് ക്യാമറയിൽ നിന്നെടുത്ത ഫോട്ടോസിന്റെ ഇമേജ് ക്വാളിറ്റിയിൽ ഇതൊന്നും ബാധിക്കുന്നതായി തോന്നിയില്ല. ഒരുപക്ഷെ നല്ല സ്ക്രീൻ ഗാർഡ് ഉപയോഗിച്ചില്ല എങ്കിൽ മറ്റൊരു റിസൾട്ട് ആയിരിക്കും നമ്മൾ കാണുന്നത്. നമ്മൾ പല ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരും അവതരിപ്പിക്കാത്ത രീതിയിലുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് ആപ്പിൾ ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 1 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് വരെ മാറുവാൻ കഴിയുന്ന LTPO ഡിസ്പ്ലേ ആണ് ഈ ഒരു കാര്യം iPhone 14 Proയിൽ സാധ്യമാക്കുന്നത്. സ്ക്രീൻ പൂർണ്ണമായി ഓഫ് ആകാതെ ചെറുതായി ഒന്ന് ഡിം ആയതുപോലെ മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. എന്നാൽ ഈ ഒരു ഐഫോൺ പോക്കറ്റിലിടുമ്പോൾ ഇത് പൂർണ്ണമായി ഓഫ് ആകുന്നതുമാണ്. പുതിയതായി അവതരിപ്പിച്ച 48 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഈ ഒരു ഫോണിന്റെ മറ്റൊരു പ്രത്യേകത. സാധാരണ 48 മെഗാ പിക്സലിന്റെ ക്യാമറയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ വലിയ ഫയൽ സൈസ് ഉള്ള ഒരു ഫോട്ടോ ആണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ ആപ്പിൾ ഉപയോഗിക്കുന്ന ക്വാഡ് പിക്സൽ ടെക്നോളജിയുടെ സഹായത്താൽ 12 മെഗാ പിക്സൽ ക്യാമറയുടെ ഫയൽ സൈസ് നിലനിർത്തിക്കൊണ്ട് 48 മെഗാ പിക്സൽ ക്യാമറ ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എങ്കിലും 48 മെഗാ പിക്സൽ സെൻസറിന്റെ പൂർണ്ണ ഉപയോഗത്തിലൂടെ ഫുൾ ഫയൽ സൈസിൽ 48 മെഗാ പിക്സൽ പ്രോ റോ ഫോട്ടോസ് എടുക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതേ 48 മെഗാ പിക്സൽ സെൻസർ ഉപയോഗിച്ച് ഒപ്റ്റിക്കൽ ക്വാളിറ്റി നഷ്ടപ്പെടാതെ 12 മെഗാ പിക്സൽ ക്യാമറയുടെ ക്ലാരിറ്റിയിൽ 2x സൂമിൽ ഫോട്ടോ എടുക്കാം എന്നതും ഇതിന്റെ സവിശേഷതയാണ്. അതായത് അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിച്ച് 0.5x സൂം, മെയിൻ ക്യാമറ ഉപയോഗിച്ച് 12 അല്ലെങ്കിൽ 48 മെഗാ പിക്സലിന്റെ 1x സൂം, ഇതേ 48 മെഗാ പിക്സലിന്റെ ക്യാമറ ഉപയോഗിച്ച് 12 മെഗാ പിക്സലിന്റെ 2x സൂം, ടെലിഫോട്ടോ ക്യാമറ ഉപയോഗിച്ച് 3x സൂം. ഇങ്ങനെ iPhone 14 Proയിൽ 3 ക്യാമറ കൊണ്ട് 12 മെഗാ പിക്സലിന്റെ 4 വ്യത്യസ്ത ഫ്രെയിമുകൾ സെറ്റ് ചെയ്യാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. വീഡിയോയുടെ കാര്യത്തിൽ iPhone 14 ഉള്ളതുപോലെ തന്നെ 4K സിനിമാറ്റിക് മോഡും ആക്ഷൻ മോഡുമാണ് ഈ ഒരു iPhone 14 നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ കാർ ക്രാഷ് ഡിറ്റക്ഷൻ, അമേരിക്കയിലും കാനഡയിലും ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റ് കോളിംഗ് എന്നിവയാണ് മറ്റു പ്രത്യേകതകൾ. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിന്റെ ബ്രൈറ്റ്നസ് ആണ്. സാധാരണ രീതിയിൽ 1000 nits വരെയുള്ള ബ്രൈറ്റ്നസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. HD കണ്ടന്റ് കാണുമ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ് 1600 nits വരെ പോകുന്നതാണ്. അതായത് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ഓക്സിജൻ കടവന്ത്രയിലുള്ള അക്ബർ ആണ്. അതുകൊണ്ട് തന്നെ പുതിയ ആപ്പിൾ പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അക്ബറിന്റെ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ പോസിബിൾ ആക്കി തന്ന അഖിൽ, അൻസാർ, അനീഷ് എന്നിങ്ങനെ 3 പേരോടുള്ള നന്ദി കൂടെ പ്രത്യേകം അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.